ഇന്ത്യയും അമേരിക്കയും തമ്മിൽ സുപ്രധാനമായിട്ടുള്ള കരാറുകളിൽ ഒപ്പുവെച്ച ശേഷം അമേരിക്കയും റഷ്യയും ഇന്ത്യക്ക് മത്സരിച്ച് വാഗ്ദാനം ചെയ്യുന്ന പല കാര്യങ്ങളുടെയും വിശദമായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് ട്രംപിന്റെ ലക്ഷ്യം എന്നുള്ളത് നമുക്കിതിൽ നിന്ന് കൃത്യമായി മനസ്സിലാകുന്നതാണ്. ട്രംപ് പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത് ഇതാണ്: അമേരിക്ക ഉടൻ തന്നെ ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണ വിതരണക്കാരായി മാറും എന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. ട്രംപ് ഇത് പ്രഖ്യാപിക്കാൻ ഒരു കാരണമുണ്ട്. അത് ഇന്ത്യയുടെ എണ്ണ വാങ്ങാനുള്ള ആ അതിഭീമമായിട്ടുള്ള ശേഷിയാണ്. 11 ലക്ഷം കോടി രൂപയാണ് ഇന്ത്യ ഒരു വർഷം എണ്ണ നമ്മുടെ രാജ്യത്തേക്ക് ഇറക്കുമതിക്കായി ചിലവാക്കുന്നത്. ഈ 11 ലക്ഷം കോടി രൂപ ഏതൊരു രാജ്യത്തെയും സമ്പന്നമാക്കാൻ കഴിയുന്ന അത്രയും വലിയ മാർക്കറ്റാണ് നമ്മുടെ രാജ്യത്തിനുള്ളത് എന്ന് ട്രംപിന് കൃത്യമായിട്ടറിയാം. അതുകൊണ്ട് ട്രംപ് ലക്ഷ്യം വെച്ചിരിക്കുന്നതും അതുതന്നെയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ എണ്ണ മേടിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ റഷ്യയുടെ കയ്യിൽ നിന്നാണ്. റഷ്യ ഇത് കേട്ട് ചെറുതായിട്ട് ഒന്ന് കിടുങ്ങി. കാരണം റഷ്യയുടെ കയ്യിൽ നിന്ന് അസംസ്കൃത എണ്ണ ഏറ്റവും കൂടുതൽ മേടിക്കുമ്പോൾ റഷ്യയെ വെട്ടി അമേരിക്ക ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണ വിതരണക്കാരായി മാറാനായി ഒരുങ്ങുകയാണ്. ഇത് റഷ്യക്ക് സഹിച്ചില്ല. അതുകൊണ്ട് തന്നെ റഷ്യ ഇപ്പോൾ പല പല ഓഫറുകളുമായി ഇന്ത്യയുടെ പിറകെ വരികയാണ്. അതോടുകൂടി നമ്മുടെ രാജ്യം ധർമ്മസങ്കടത്തിലായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഞങ്ങൾ LNG വിപണി വികസിപ്പിക്കുകയാണ്, ഇന്ത്യയെ ഒരു പ്രധാന പങ്കാളിയായി മാറ്റും എന്നാണ് റഷ്യയുടെ ഡെപ്യൂട്ടി എനർജി മന്ത്രി പവൽ സോറോക്കിൻ റഷ്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്ററായ റഷ്യൻ ടിവിയോട് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ മേൽ നിരവധി നിയന്ത്രണങ്ങളുണ്ട്. അതായത് റഷ്യയുടെ മേൽ ധാരാളം ഉപരോധങ്ങൾ ഈ യുക്രൈൻ യുദ്ധ വിഷയത്തിൽ അതുമായി ബന്ധപ്പെട്ട അമേരിക്ക ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ ആ സമയത്തെല്ലാം റഷ്യയെ കൈപിടിച്ചുയർത്തിയത് ഇന്ത്യയാണ്. അതിൽ ഇന്ത്യക്ക് വമ്പൻ നേട്ടവുമുണ്ട്. കാരണം റഷ്യയിൽ നിന്ന് എണ്ണ ആരും വാങ്ങരുത് എന്ന് പറയുന്ന സമയത്ത്, അമേരിക്ക പറഞ്ഞ സമയത്ത് യൂറോപ്പ് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങാതായി. അങ്ങനെ യൂറോപ്പ് എണ്ണ വാങ്ങാത്ത സാഹചര്യത്തിൽ യൂറോപ്പ് വലിയ എണ്ണ പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്നും എണ്ണ മേടിച്ച് അത് നമ്മുടെ നാട്ടിൽ സംസ്കരിച്ച് യൂറോപ്പിന് മറിച്ചു വിൽക്കുന്ന ഒരു കാഴ്ചയാണ് അമേരിക്ക പിന്നീട് കണ്ടത്. അങ്ങനെ റഷ്യയുടെ കയ്യിൽ നിന്നും കുറഞ്ഞ വിലയ്ക്കാണ് ഇന്ത്യ ആ സമയത്ത് കുറഞ്ഞ വിലയ്ക്കാണ് എണ്ണ ഇന്ത്യ അന്ന് മേടിച്ചുകൊണ്ടിരുന്നത്. അതും ഡോളറിലല്ല കച്ചവടം നടന്നത്, റഷ്യൻ പൈസയായിട്ടുള്ള റൂബിളിലാണ്, റഷ്യൻ മണിയായിട്ടുള്ള റൂബിളിലാണ് അന്ന് കച്ചവടം നടന്നിരുന്നത്. ഇതോടുകൂടി റഷ്യയുമായിട്ട് ഇന്ത്യ അതിഭീകരമായി അടുക്കുന്ന കാഴ്ചയാണ് അമേരിക്ക കണ്ടത്. എന്നാൽ ട്രംപ് വന്നതിന് ശേഷം ട്രംപിന് കൃത്യമായി ഈ ഒരു ചാൻസ് മുതലെടുക്കാൻ അറിയാം. അതുകൊണ്ട് തന്നെ 11 ലക്ഷം കോടി വരുന്ന ഇന്ത്യയുടെ ഈ വമ്പൻ മാർക്കറ്റ് ചൂഷണം ചെയ്യാൻ തന്നെയാണ് ട്രംപിന്റെ തീരുമാനം. അതുകൊണ്ടാണ് ട്രംപ് പത്രസമ്മേളനത്തിൽ വളരെ പരസ്യമായി തന്നെ പറഞ്ഞത്, ഞങ്ങൾ ഈ ഇന്ത്യയുമായിട്ട് ഒരു സുപ്രധാന കരാറിൽ ഏർപ്പെടാൻ പോവുകയാണ്, അത് ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണ വിതരണക്കാരായി ഞങ്ങൾ മാറാൻ പോവുകയാണ് എന്നുള്ളതാണ് ട്രംപ് പറഞ്ഞത്. എന്തായാലും പ്രകൃതിവാതകത്തിന്റെ ഉൽപ്പാദനവും കയറ്റുമതിയും ഇന്ത്യയിലേക്ക് വർദ്ധിപ്പിക്കും ഞങ്ങളെന്ന് റഷ്യ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യ എനർജി വീക്ക് പരിപാടിയിലാണ് റഷ്യൻ ഇക്കാര്യം ഉന്നയിച്ചത്. LNG വിൽപ്പനയുടെ കാര്യത്തിൽ ഇന്ത്യ നമ്മളെക്കാളും വലിയ പിന്നിലാണ്. മുമ്പ് നമ്മുടെ രാജ്യം വലിയ തോതിൽ LNG ഉൽപ്പാദിപ്പിച്ചിരുന്നില്ല. അതിനാൽ ഇന്ത്യയുമായി ഒരു കരാറിലും ഒപ്പിടാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. എന്നിരുന്നാലും ഇനി അങ്ങനെയല്ല, ഞങ്ങൾ ഞങ്ങളുടെ LNG വിപണി വികസിപ്പിക്കും, പുതിയ പദ്ധതികൾ ആരംഭിക്കും. അതിനാൽ ഇന്ത്യ ഞങ്ങൾക്ക് LNG വാങ്ങുന്നതിൽ ഒരു പ്രധാന പങ്കാളിയായി മാറും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നാണ് റഷ്യയുടെ വക്താവ് യഥാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്. അമേരിക്കയും സഖ്യകക്ഷികളുടെയും നമുക്ക് മേൽ ഉപരോധം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് റഷ്യ പറഞ്ഞു. റഷ്യ അതിൻ്റെ പങ്കാളികളുമായി വ്യാപാരം തുടരുമെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ റഷ്യ ഇന്ത്യയിലേക്ക് കുറഞ്ഞ നിരക്കിൽ എണ്ണ കയറ്റുമതി ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ പ്രകൃതിവാതകത്തിൻ്റെ 50%, നമുക്കുള്ള പ്രകൃതിവാതകത്തിൻ്റെ 50% ഇറക്കുമതി ചെയ്യുകയാണ് നമ്മുടെ രാജ്യത്ത് ചെയ്യുന്നത് എന്നുള്ളത് ഒരു സുപ്രധാനമായിട്ടുള്ള കാര്യമാണ്. 60% ഇന്ത്യയുടെ പ്രകൃതിവാതക ആവശ്യകത ഇനിയും വർദ്ധിക്കും എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ ആവശ്യം നിറവേറ്റുന്നതിന് ഇന്ത്യ ഇറക്കുമതിയും വർദ്ധിപ്പിക്കേണ്ടി വരും. ഇതിലാണ് യഥാർത്ഥത്തിൽ ട്രംപിന്റെ കണ്ണ് എന്ന് പറയുന്നത്. എന്തായാലും ഈ നിലവിൽ 7 LNG ടെർമിനലുകൾ LNG ഇറക്കുമതി ചെയ്യുന്നതിനായി ഉണ്ട്. മൊത്തം ശേഷി പ്രതിപക്ഷം 47.7 ദശലക്ഷം മെട്രിക് ടണ്ണാണ്. LNGയുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യം നിറവേറ്റുന്നതിന്, നമ്മുടെ രാജ്യത്തിൻ്റെ ആവശ്യം നിറവേറ്റുന്നതിന് റഷ്യയും അമേരിക്കയും മത്സരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അമേരിക്കയുമായിട്ട് ഇന്ത്യ ഇപ്പോൾ ഒരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്. റഷ്യ ഇപ്പോൾ ഇന്ത്യക്ക് വാഗ്ദാനം നൽകുന്നുണ്ട്, കുറഞ്ഞ നിരക്കിൽ എണ്ണ തരാമെന്ന്. റഷ്യയെ ഇന്ത്യക്ക് പിണക്കാൻ സാധിക്കില്ല.
കാരണം റഷ്യ ഇന്ത്യയുടെ ആത്മാർത്ഥമായിട്ടുള്ള സുഹൃത്താണ് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറഞ്ഞിരിക്കുന്നത്. അമേരിക്കയാണെങ്കിൽ ഇന്ത്യ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട്, അമേരിക്കയും പിണക്കാൻ സാധിക്കില്ല. ഈ സാഹചര്യത്തിൽ നമ്മുടെ രാജ്യം എന്ത് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. ഇന്ത്യക്ക് വില കുറഞ്ഞ വാതകം നൽകാൻ റഷ്യ വാഗ്ദാനം ചെയ്ത സമയത്താണ് വ്യാഴാഴ്ച ഇന്ത്യയും US-ഉം അസംസ്കൃത വാതകത്തിനും ആയിട്ടുള്ള ഒരു കരാറിൽ ഒപ്പുവെച്ചത്. ഇന്ത്യ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണെന്ന് ട്രംപിന് നല്ലതുപോലെ അറിയാം. അതിനാൽ അമേരിക്ക റഷ്യയെ മാറ്റി സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നതിൻ്റെ പുറത്താണ് ട്രംപിൻ്റെ ഈ കുബുദ്ധി യഥാർത്ഥത്തിൽ പ്രവർത്തിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഇന്ത്യയുടെ അസംസ്കൃത എണ്ണയുടെ വിപണി എന്ന് പറയുന്നത് അതിഭീകരമാണ് എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ. ആ അസംസ്കൃത എണ്ണയുടെ വിപണി ട്രംപ് ചൂഷണം ചെയ്യുമ്പോൾ അമേരിക്കയ്ക്ക് എന്താണ് ലഭിക്കുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇന്ത്യ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ക്രൂഡ് ഓയിലും പെട്രോളും ഡീസലും മറ്റും വാങ്ങുന്നു. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കണക്ക് നമുക്കൊന്ന് പരിശോധിക്കാം. $132 ബില്യൺ, അതായത് 11 ലക്ഷം കോടി രൂപയാണ് അതിൽ ചെലവഴിക്കുന്നത്. ചൈനയ്ക്കും അമേരിക്കയ്ക്കും ശേഷം ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ വാങ്ങുന്ന രാജ്യമാണ് ഇന്ത്യ. എന്നിരുന്നാലും ഇന്ത്യ അതിൻ്റെ അസംസ്കൃത എണ്ണയുടെ 80% മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നു. ഇതിനായി 2024 11 ലക്ഷം കോടി രൂപ ചെലവഴിക്കേണ്ടി വന്നു. ഏതൊരു രാജ്യത്തിനെയും സമ്പന്നമാക്കാനുള്ളതാണ് ഇന്ത്യയുടെ അസംസ്കൃത എണ്ണ വാങ്ങാനുള്ള ശക്തി എന്ന് പറയുന്നത്. അമേരിക്കയ്ക്ക് ആവശ്യമുള്ള അസംസ്കൃത എണ്ണയുടെ ഭൂരിഭാഗവും ഇന്ത്യ തങ്ങളിൽ നിന്ന് വാങ്ങണമെന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നു. പോരാത്തതിന് ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ വാങ്ങൽ ശേഷി വളരെ വലുതാണ് എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ട്രംപ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയിരിക്കുന്നത്. എന്തായാലും നമ്മുടെ രാജ്യം ഇതിനെ എങ്ങനെ ഡീൽ ചെയ്യും എന്ന് നമുക്ക് ഭാവിയിൽ കണ്ടറിയാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.